വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കൈപ്പറ്റ സ്കൂളിൻ്റെ 104-ാം വാർഷികാഘോഷവും അതിനേക്കാൾ ഉപരി കെട്ടിടോദ്ഘാടനവും നടക്കുന്ന ഈ അവസരത്തിൽ ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ വളരെ സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങളെ കൂടെ ഇവിടെ വിളിച്ചു വരുത്താൻ അവസരമൊരുക്കിയ HM-നും അതുപോലെ സ്റ്റാഫിനും PTA-ക്കും ഈ നാട്ടുകാർക്കും എല്ലാവർക്കും മാനേജ്മെന്റിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഞാനിവിടെ 1988 ഡിസംബറിലാണ് ഇങ്ങോട്ട് വരുന്നത്. അന്നിവിടെ പരീക്ഷ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്നൊക്കെ നമ്മൾ അധികം പേരും TTC കഴിഞ്ഞാൽ പാലക്കാട് മലപ്പുറം ഭാഗത്തേക്ക് പോരാറുണ്ട്. ഇവിടുത്തെ CB ടീച്ചർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വരുന്നു, അവിടെ ഓർപ്പിക്കുന്നു. പിന്നെ 89 ജനുവരി 1-ാം തീയതി ഈ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് ഞാൻ വണ്ടി കയറിയതാണ്. ഇപ്പോഴും മലപ്പുറത്ത് തന്നെയാണ്. ഏകദേശം 4.5 വർഷം ഞാൻ ഈ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചു. അപ്പം അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഇവരെല്ലാം ഇപ്പോൾ കാണാനൊരു അവസരവും കൂടെ കിട്ടിയതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുകയാണ്. ഇനി 93-ൽ PSC കിട്ടിപ്പോയി. പൂക്കോട്ടൂർ സ്കൂള്, മേൽമുറി നോർത്ത്, അങ്ങനെ 3-4 സ്കൂളിൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ തന്നെയാണ് ഞാൻ താമസിക്കുന്നത്. ബോയ്സിൽ കോട്ടപ്പടി ബോയ്സിൽ 10-13 വർഷം ഉണ്ടായിരുന്നു. അങ്ങനെ HM-ആയി പെരുങ്ങോട്ടൂലം പോയി. ഇപ്പോഴും HM-ആയിട്ട് കോവിഡിന് ശേഷം ട്രാൻസ്ഫർ എടുത്ത് മേൽമുറി സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെ ഒരു അവസരം തന്ന പല ആളുകളും ഉണ്ടാവും, കുട്ടികളും പഠിപ്പിച്ചതുണ്ടാവും. പക്ഷേ പലരെയും ഒന്നും ഓർമ്മ വരുന്നില്ല. ആലീസ് ടീച്ചറുടെ റിട്ടയർമെൻറ്റിന് ഇതുപോലെ വിളിച്ചപ്പോൾ ഞാനിവിടെ വന്നിരുന്നു. എന്നിരുന്നാലും എൻ്റെ ആദ്യത്തെ വിദ്യാലയം, നമുക്ക് ആദ്യമായി ശമ്പളം കിട്ടിയത്, അങ്ങനെ ഒരുപാട് ഉണ്ട് നമുക്ക് ഈ സ്കൂളിനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. പക്ഷേ ആ അന്നത്തെ വിദ്യാലയമല്ല, അന്ന് ഉണ്ടായിരുന്ന അതിനേക്കാൾ ഉപരിയായിട്ട് ഇത്രയും മോടി പിടിച്ച് നിൽക്കുമ്പോൾ, ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം, അത്രയേറെ സന്തോഷം. നിങ്ങളെപ്പോലെ തന്നെ വളരെയേറെ സന്തോഷിക്കുന്നുണ്ട് ഞങ്ങളും. ഇനി ഇതിന് അവസരമൊരുക്കി തന്ന HM-ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഷാനി ടീച്ചർക്കുള്ള ഉപഹാരം. ഷാനി ടീച്ചറുടെ 1-ാം ക്ലാസ് വിദ്യാർത്ഥി കൂടിയായിരുന്ന നിസാർ മാസ്റ്റർ നൽകുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഷാനി ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളത്തിൽ നിന്നും 1993 മുതൽ 2006 വരെ ഈ സ്കൂളിൽ സേവനമനുഷ്ഠിച്ച ജയ്മോൾ ടീച്ചർ, നമ്മുടെ സീനിയർ ടീച്ചറുടെ സഹോദരി കൂടിയായ ജയ്മോൾ ടീച്ചറെ 2 വാക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, ഈ സ്കൂളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഇങ്ങനെയൊരു സന്ദർഭം ഒരുക്കി തരികയും ചെയ്ത ഇവിടുത്തെ മാനേജ്മെന്റിനും HM-നും സ്റ്റാഫിനുമുള്ള നന്ദി അറിയിക്കുന്നു. പിന്നെ ഞാനിവിടെ വർക്ക് ചെയ്തത് 94-ല് ലീവ് വേക്കൻസിയിൽ നമ്മുടെ ശോഭ ടീച്ചറിൻ്റെയും CB ടീച്ചറിൻ്റെയും കാലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ 95 തുടങ്ങി 2005 വരെയാണ് ഞാൻ ഈ സ്കൂളിൽ വർക്ക് ചെയ്തത്. ഇപ്പോൾ എറണാകുളം ജില്ലയിൽ കാലടിക്കടുത്ത ശ്രീമൂലനഗരം സ്കൂളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ എന്നെ വിളിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ജയ്മോൾ ടീച്ചർക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നു. ജിമ്മി മാഷ് ഇരുവരെയും സാദരം ക്ഷണിക്കുന്നു. പന്തളത്തു നിന്നും 1984 മുതൽ 87 കാലഘട്ടങ്ങളിൽ ഈ സ്കൂളിന് സേവനമനുഷ്ഠിച്ച ജയശ്രീ ടീച്ചറെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഞാൻ വെറും 30 മാസം മാത്രമേ ഈ സ്കൂളിൽ ജോലി ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഞാൻ PSC കിട്ടി പോവുകയാണ് ചെയ്തത്. ഈ ഒരു പരിപാടിയിൽ എന്നെ വിളിച്ച മാനേജ്മെൻറ്റ്, സ്റ്റാഫ്, HM, PTA
ഭാരവാഹികൾ ഇവർക്കെല്ലാം നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പരിപാടിക്ക് ആശംസകളും അർപ്പിക്കുന്നു. ഉപഹാരം സമ്മാനിക്കുന്നതിന് വേണ്ടി നസീന ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ജയശ്രീ ടീച്ചറെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കാടാമ്പുഴയിൽ നിന്നും 1990 മുതൽ 2013 വരെ ദീർഘമായ 13 വർഷം ഈ സ്കൂളിന് സേവനമനുഷ്ഠിച്ച ലീല ടീച്ചറെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കൈപ്പറ്റ AMLP സ്കൂളിൻ്റെ 104-ാം വാർഷികത്തിൽ ഇങ്ങനെ പൂർവ്വ അധ്യാപകർക്കൊരു ആദരവ് നൽകാൻ ഞങ്ങളെ ക്ഷണിച്ചതിൽ ഈ സ്കൂളിൻ്റെ അധ്യാപകരും മാനേജ്മെൻറ്റും PTA രക്ഷിതാക്കളെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഞാൻ 1990 മുതൽ 2013 വരെയാണ് ഈ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ അന്ന് ഈ സ്കൂളിൻ്റെ ഭൗതിക സാഹചര്യം വളരെ മോശമായിരുന്നു. അവിടെ നിന്നൊക്കെ ഈ നിലയിൽ ഒരു 5 സ്റ്റാർ വരെ ഇതിലേക്ക് എത്തിച്ച ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനിച്ച എല്ലാ സംഘാടകർക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഈ എല്ലാ PTA-ക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, അഭിനന്ദിക്കുന്നു. പിന്നെ ഇതിനേക്ക് ഞങ്ങളെ ഇങ്ങനെ ആദരവ് തന്നതിനും നന്ദി പറയുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ലീല ടീച്ചർക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നതിന് വേണ്ടി ഈ പ്രോഗ്രാമിന്റെ മീഡിയ വിഭാഗം കൈകാര്യം ചെയ്ത് ഭംഗിയോടുകൂടെ ഈ പ്രോഗ്രാം സുന്ദരമാക്കാൻ അഹോരാത്രം പരിശ്രമിച്ച ഈ സ്കൂളിന്റെ അധ്യാപകന് കൂടിയുമായ മുബശ്ശിർ മാഷെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ലീല ടീച്ചറെയും സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ നാട്ടുകാരിയും ഈ സ്കൂളിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ച കദിയാമു ടീച്ചറെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സാദരം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പൂർവ്വ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതിൽ പൂർവ്വ അധ്യാപകരെയും മുമ്പ് ഈ സ്കൂളിൽ ജോലി ചെയ്ത് പോയ അധ്യാപകരെയും മറ്റു പൂർവ്വ വിദ്യാർത്ഥികളെയും കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു അവസരം ഒരുക്കിയ എല്ലാ അധ്യാപകരും മറ്റുള്ളവർക്കും നന്ദി അറിയിക്കുന്നു. ഉപഹാരം സമ്മാനിക്കുന്നതിന് വേണ്ടി സാജിദ ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കദിയാമു ടീച്ചറെയും ക്ഷണിക്കുന്നു. കൂത്താട്ടുകുളത്തിൽ നിന്നും 1984 മുതൽ 2018 വരെ ദീർഘകാലം നമ്മുടെ ഈ സ്കൂളിനെ സേവനമനുഷ്ഠിച്ച ആർക്കും മറക്കാനാവാത്ത രീതിയിൽ വിദ്യാർത്ഥികളിൽ ഇടപഴകി വീണ്ടും ഇടക്കിടക്ക് വന്നുകൊണ്ട് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടും അവരോട് ഇടപഴകിയും നമുക്ക് അഭിമാനമായി മാറിയ ആലീസ് ടീച്ചർ നമ്മുടെ വേദിയെ ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. സാദരം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ മുമ്പിൽ
മുമ്പിലിരിക്കുന്ന രക്ഷിതാക്കളെ എല്ലാവർക്കും നമസ്കാരം. എന്ത് പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. അത്രമാത്രം സന്തോഷമാണ് എൻ്റെ പൂർവ്വകാല സഹ അധ്യാപകരെ കണ്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം. എത്രമാത്രമാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അതാണ്. ഇതിന് മുൻകൈയായി എടുത്ത് ഒരിക്കൽ ജയശ്രീ ടീച്ചർ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടാമെന്ന് പറഞ്ഞു, ഒന്ന് സംഘടിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് സാധിച്ചില്ല. എന്നാൽ ആ ഒരു മോഹം ഇപ്പോൾ അത് പൂവണിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ബേബി മാഷ് ഈ അടുത്ത സമയത്ത് വിളിച്ചപ്പോൾ ഞാൻ 2 വർഷത്തിനുള്ളിൽ ഈ സ്കൂളിൽ വന്നിരുന്നു ഒന്ന് കാണുവാൻ. അപ്പോൾ എന്തുമാത്രം ആത്മസംതൃപ്തി ഉണ്ടായിട്ടാണ് ഈ സ്കൂളുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം പുലർത്തിക്കൊണ്ടുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒന്ന്. അതുപോലെ തന്നെ ജയശ്രീ ടീച്ചർ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ രാത്രി 7:30 ഒരു 8 മണിയാവാറായി. സ്കൂളൊന്ന് കാണണം. മൊബൈലിൻ്റെ വെളിച്ചത്തിൽ ഈ സ്കൂളൊന്ന് കണ്ട് ടീച്ചർ വളരെ സംതൃപ്തിയോടുകൂടി പോയി. അങ്ങനെയുള്ള കാഴ്ചകളും കാണാം. ഇന്നും അതേപോലെ വളരെയധികം സന്തോഷത്തോടുകൂടി നോക്കി കാണുകയും സ്കൂളിൻ്റെ വളർച്ചയെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന അധ്യാപകരാണ് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. ഈ ബന്ധം നിലനിർത്തി പോകട്ടെ. ഞങ്ങൾക്ക് അതിനുള്ള ആയുസ്സും ആരോഗ്യവും തരട്ടെ. ഇനിയും ഇതുപോലുള്ളൊരു വേദികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ആലിസ് ടീച്ചർക്കുള്ള ഉപഹാരം സമ്മാനിക്കുന്നു. അനുഷ ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. കലാലയ 2K25 പൂർവ്വ വിദ്യാർത്ഥി സംഗമവും മുൻകാല അധ്യാപകരെ ആദരിക്കലും ഇവിടെ സമാപനം കുറിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് നന്ദി ആശംസിച്ചുകൊണ്ട് സ്റ്റാഫ് സെക്രട്ടറി ആശ ടീച്ചറെ സാദരം ക്ഷണിക്കുന്നു. മുഴുവൻ സ്റ്റാഫുകളും സ്റ്റേജിന്റെ പ്രകോപനത്തിലെത്തണമെന്ന് അറിയിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, കലാലയ 2K25 104ാം വാർഷികം ആഘോഷിക്കുന്ന ഈ പരിപാടിക്ക് ആദ്യം തന്നെ ആശംസകൾ നേരുന്നു. ഒപ്പം ആദ്യം തന്നെ 30 വർഷമായി ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഈ സ്കൂളിൽ ഇത്രയും നല്ലൊരു ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഉണ്ടായി കണ്ടിട്ട് ഇവിടെ നിന്ന് പോകണം എന്നുള്ളത്. അതിന് വേദി ഒരുക്കിയ മാനേജ്മെന്റിന് ആദ്യം തന്നെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. സ്വാഗതം ആശംസിച്ച ശ്രീമതി ഷൈൻ ടീച്ചർ, അധ്യക്ഷൻ വഹിച്ച ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ അഹമ്മദ് മാസ്റ്റർ, അതുപോലെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ശ്രീ കടമ്പോട്ട് മൂസ, അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പിന്നെ വളരെ ദൂരത്തു നിന്ന് തന്നെ കേരളത്തിന്റെ തെക്കൻ ജില്ലകളിൽ നിന്നൊക്കെ ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേരണമെങ്കിൽ ഏകദേശം ഒരാഴ്ച മുന്നേ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും ഈ വേദിയിലിരിക്കുന്ന അധ്യാപക ശ്രേഷ്ഠർ. വിളിച്ചപ്പോൾ പല പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഈ വേദിയിൽ മഹനീയമാക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ അധ്യാപകരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ആശംസകൾ അർപ്പിച്ച ശ്രീമതി വാർഡ് മെമ്പർ ശ്രീമതി ഷാദിയ ഫർമീൻ, അതുപോലെ ജയപ്രകാശ് മാസ്റ്റർ, സുരേന്ദ്രൻ മാസ്റ്റർ, അബ്ദുറഹ്മാൻ മാസ്റ്റർ, ജയശ്രീ ടീച്ചർ, രമണി ടീച്ചർ, ബേബി മാസ്റ്റർ, ശോഭ ടീച്ചർ, സിബി ടീച്ചർ, ഷാൻഡി ടീച്ചർ, ജയമോൾ ടീച്ചർ, ലീല ടീച്ചർ, കഥയാം ടീച്ചർ, ആലീസ് ടീച്ചർ, ഇവരെല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇവരിലെ കുറേ അധ്യാപകരോടൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ. ബാക്കിയുള്ളവരുടെ പേരുകൾ ആളെ ഇപ്പോഴാണ് കാണുന്നതെങ്കിലും ഈ 30 വർഷത്തോടെ ഇടകൊണ്ട് ഇവിടെ ഞങ്ങളുടെ സഹ അധ്യാപകരായ ആലിസ് ടീച്ചറുടെ, കഥയാം ടീച്ചറുടെ, ലീല ടീച്ചറുടെ ഒക്കെ നാവിൽ നിന്ന് ഈ പറഞ്ഞ ബിജു മാഷ്, സുദർശൻ മാഷ്, അതുപോലെ സുരേന്ദ്രൻ മാഷ്, ഇവരുടെയൊക്കെ പേരുകൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. പക്ഷെ അവരെയൊക്കെ നേരിൽ കാണാനുള്ള ഒരു അവസരം ഇപ്പോഴാണ് ഉണ്ടായത്. ഇങ്ങനെ ഒരു വേദി ഒരുങ്ങി. അപ്പം അതിന് ഞങ്ങളോടൊപ്പം സഹകരിച്ച PTA അംഗങ്ങൾക്കും എല്ലാവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ഈ പരിപാടികൾക്കുള്ള ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഈ പ്രോഗ്രാമിൽ എത്തിയ മുഴുവൻ ആളുകൾക്കുള്ള ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്.
ആദ്യമായി അംഗനവാടി നഴ്സറി വിദ്യാർത്ഥികളുള്ള ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നത്. അംഗനവാടിയിലുള്ള കുട്ടികൾക്കും നഴ്സറി വിദ്യാർത്ഥികളും ഭക്ഷണ ഹാളിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. അംഗനവാടിയിലെയും നഴ്സറിയിലെയും വിദ്യാർത്ഥികൾ ഭക്ഷണ ഹാളിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. ഈ പ്രോഗ്രാമിന് ശേഷം വേദിയിൽ